കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. പെരിനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. കുണ്ടറ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പെരിനാട് നൽകിയ സ്വീകരണത്തിൽ ഫൈസൽ കുളപ്പാടം ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. സമയത്തുള്ള കെട്ടിട നികുതിയും ഇന്നത്തെ കെട്ടിട നികുതിയും തമ്മിൽ ഒരു താരതമ്യ പഠനത്തിന് ഏതെങ്കിലും സഖാക്കന്മാർ തയ്യാറുണ്ടോ? അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 50% കുറയ്ക്കേണ്ടി വന്നു. വലിയ ഡിസ്കൗണ്ടാ, 100 കൂട്ടിയിട്ട് 50 കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. പകുതി പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തി നിന്നു. ഭൂനികുതി ഇവർ കൂട്ടിയില്ലേ, ബസ് ചാർജ് ഇവർ കൂട്ടിയില്ലേ, എണ്ണവില ഇവർ കൂട്ടിയില്ലേ. എണ്ണവില കേരളത്തിൽ മാത്രം കൂട്ടി മുന്നോട്ട് പോയി. കാര്യം നികുതി കുറച്ചപ്പോൾ കേരളത്തിൽ സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണവില കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനായി പെടാപ്പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരുടെ തലയിലേക്കാണ് ഈ ഭാരം അവർ വരുത്തി വെച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ എന്തിന്റെ പേരിലാണ് കേരളത്തിന്റെ നിയമസഭയിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% ഞാൻ പ്രവർത്തിച്ചത്. കേരള നിയമസഭയിലെ 15ാം കേരള നിയമസഭയിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് കുണ്ടറയുടെ MLA ആയിരുന്നു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ അടിയന്തര പ്രമേയങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെ ബാധിക്കുന്നതായിരുന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പട്ടികജാതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ നിയമസഭയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തി. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നിരവധി തവണ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ടായി. MLA ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ 11 MLA-മാരാണുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വിനയത്തോടുകൂടി പറയുന്നു, കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ MLA ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കുണ്ടറ MLA 1ാം സ്ഥാനത്താണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.